നമസ്കാരം. NCTV സോക്കർ മാനിയ ഇന്ന് എത്തി നിൽക്കുന്നത് തലൂർ ജീസസ് അക്കാദമിയിലാണ്. നമുക്കറിയാം, വലിയ ആവേശത്തോടെയാണ് വിദ്യാലയങ്ങളിൽ സോക്കർ മാനിയയ്ക്ക് സ്വീകരണങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 48 രാജ്യങ്ങളുമായി ആരംഭിച്ച വേൾഡ് കപ്പ് ഫുട്ബോൾ ഇപ്പോൾ 4 രാജ്യങ്ങളിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. അത് തന്നെ ലോകത്തിൽ ആദ്യ 4 സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന 4 രാജ്യങ്ങൾ തന്നെ ഇത്തവണത്തെ അവസാന 4-ൽ എത്തിയിരിക്കുന്ന എന്ന വലിയ പ്രത്യേകതയുണ്ട് ഇത്തവണത്തെ വേൾഡ് കപ്പിന്. ഏതായാലും ജീസസ് അക്കാദമിയിലെ കുട്ടികളുടെ ഫുട്ബോൾ ആവേശങ്ങൾ നേരിട്ടറിയാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഒരു സോക്കർ മാനിയ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സ്കൂളിന്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ നിഷ ഡൊമിനിക്കിനെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. നമ്മളായിരിക്കുന്നത് ജീസസ് അക്കാദമി സ്കൂളിലാണ്. തലൂരുള്ള CBSE സ്കൂളാണ്. ഒരു 500 കുട്ടികളോളം ഇവിടെ പഠിക്കുന്നുണ്ട്. കലയ്ക്കും പഠനത്തിനും മറ്റ് സ്പോർട്സിനും എല്ലാം ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന സ്കൂളാണ് ജീസസ് അക്കാദമി സ്കൂൾ. ഇവിടെ ഉന്നത വിജയമാണ് 10ാം ക്ലാസ്സുകാർ 8 വർഷമായിട്ട് നേടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫുട്ബോൾ മാമാങ്കത്തിലേക്ക് NCTVയുടെ സോക്കർ മാനിയ ടീം എത്തിയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു NCTV ടീമിനെ. കൈയടിച്ച് സ്വാഗതം ചെയ്യാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സിസ്റ്റർ ഫുട്ബോളിൽ കാണുന്നു? ഇപ്പൊ കാണാറില്ല, പക്ഷെ കാണാറുണ്ടായിരുന്നു, കളിക്കാറുണ്ടായിരുന്നു. വളരെ ആവേശമുള്ള ഒരു ടീമും എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറ്റി ജീസസ് അക്കാദമിയുടെ ഭാഗമായി അവരുടെ മാത്രം സ്വപ്നത്തിലേക്ക് ഒതുങ്ങി ചേർന്നു. ഈ 2026 വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഏത് ടീമിനൊപ്പമാണ് നിൽക്കുന്നത്? ഏത് ടീമിനോടൊപ്പം നിൽക്കുന്നെന്ന് പറഞ്ഞാൽ മറ്റംഗങ്ങൾക്ക് വിഷമമാകും എന്നുള്ളതിനാല് അല്ലല്ല, അത് കുഴപ്പമില്ല. അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഇവരെടുത്തോളും. ജയിച്ചാലും തോറ്റാലും സ്വപ്നം നെഞ്ചിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾ അർജന്റീന ടീമാണ്. അപ്പോ ഞാനിവിടെ ഇവിടെ നിൽക്കുമ്പോ എനിക്ക് തോന്നുന്നത് നമ്മള് അമേരിക്കയിൽ ഒരു സ്റ്റേഡിയത്തിൽ നിൽക്കുന്ന പ്രതീതിയാണ്. എനിക്ക് ചുറ്റും അർജന്റീനയുടെയും പോർച്ചുഗലിന്റെയും ഇംഗ്ലണ്ടിന്റെയും ഒപ്പം തന്നെ അങ്ങനെ എല്ലാ രാജ്യങ്ങളുടെയും ജേഴ്സിയാണ് ഞാൻ കുട്ടികളുടെ ഒരു കൂട്ടമാണ്. അപ്പൊ ഒരു അമേരിക്കയിലെ ഒരു സ്റ്റേഡിയത്തിൽ നിൽക്കുന്ന പ്രതീതിയാണ്. ഏതായാലും ഈ സോക്കർ മാനിയ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിൻസിപ്പൽ സിസ്റ്റർ നിഷ ഡൊമിനിക് ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ട് എടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പൊ നല്ലൊരു കഴിയുകയാണ്. നമ്മളിപ്പോ തല്ലൂര് ജീസസ് അക്കാദമിയിലാണ്. ഇവിടെ പോർച്ചുഗലിന്റെ ഫാൻസ് ഉണ്ട്. അപ്പോ നമ്മുടെ CR7 ഫാൻസ് ആണ്. ഏതായാലും CR7 പുറത്തായി, പോർച്ചുഗൽ പുറത്തായി. എന്താണ് പോർച്ചുഗലിന് പറ്റിയത്? അപ്പൊ ഏതായാലും പോർച്ചുഗൽ പുറത്തായി. ഇനി 2026 വേൾഡ് കപ്പ് ആരെടുക്കണം എന്നാണ് നിങ്ങളുടെ എന്തുകൊണ്ടാണ് ഈ പോർച്ചുഗലുകാരൊക്കെ ഫ്രാൻസിന്റെ കൂടെ നിൽക്കുന്നത്? അർജന്റീനയ്ക്ക് എന്തുകൊണ്ട് കപ്പ് കിട്ടിക്കൂടാ? അങ്ങനെ പറഞ്ഞൂടാ. അപ്പൊ അർജന്റീനയ്ക്ക് ഒരു വിധത്തിൽ അർജന്റീനയ്ക്ക് കപ്പ് കിട്ടരുതെന്നാണ് പോർച്ചുഗലുകാർ പറയുന്നത്. അപ്പോ ഈ അർജന്റീന ഫൈനലിൽ എത്തിയാല് ആരാണ് എതിരാളികളായിട്ട് വരേണ്ടത്? അപ്പൊ കഴിഞ്ഞ വർഷത്തെ അതേപോലെ തന്നെ ആവർത്തിക്കും. പക്ഷേ ഫ്രാൻസ് പകരം വീട്ടില്ലേ? പക്ഷെ കഴിഞ്ഞ കളിയിൽ മെസ്സി 8 ഗോൾ അടിച്ചില്ല. മെസ്സിയുടെ ഓൾറെഡി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ ഇനി നിർണായക കളികളാണ് വരുന്നത്. അപ്പൊ നിർണായക കളികൾ അപ്പോ അർജന്റീന ആരാധകര് വലിയ ആവേശത്തിലാണ് ഇത്തവണ കപ്പ് അവർ എടുക്കുന്നത്. എന്നാൽ പോർച്ചുഗൽ പറയുന്നത് ഞങ്ങൾ പുറത്തായാലും ഫ്രാൻസ് കപ്പെടുക്കണമെന്നാണ്. എംബാപ്പയുടെ ആരാധകരാണ്. നമുക്കിവിടെ ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. നമ്മുടെ കുട്ടികള്, കൊച്ചു കുട്ടികൾ മുഴുവൻ വലിയ ആവേശത്തോടെയാണ് ബ്രസീലിന്റെയും അർജന്റീനയുടെയും പോർച്ചുഗലിന്റെയും ഒക്കെ ആരാധകരായിട്ടുള്ള കുട്ടിക്കൂട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്.
അപ്പൊ നമുക്ക് ഏതായാലും ഇവരുടെ ഒന്നുകൂടി ചോദിച്ചു നോക്കാം. പെൺകുട്ടികളുണ്ട്. ഏത് ടീമാണ്? അർജന്റീന. അർജന്റീന ജയിക്കോ? കപ്പെടുക്കോ? പിന്നെ ആരാണ് കപ്പെടുക്കുക? സ്പെയിനും ഫ്രാൻസും തമ്മിലാണ് കളി വരുന്നത്. അതിൽ ജയിക്കുന്നവര് മെസ്സി. ആരാണ് കപ്പെടുക്കുക? മെസ്സി. ആരാണ് കപ്പെടുക്കുക? പോർച്ചുഗൽ പുറത്തായില്ലേ? ഇനി ഈ വർഷം ആരാണ് കപ്പെടുക്കേണ്ടത്? ഫ്രാൻസ് എടുക്കട്ടെ. ഇംഗ്ലണ്ടിന് ആരാധകരില്ല ഇവിടെ. പറയാ ആരാണ് കപ്പെടുക്കേണ്ടത്? മെസ്സി, റൊണാൾഡോ. ഏതായാലും പ്രായ വ്യത്യാസമില്ലാതെയാണ് ഈ ലോകത്ത് ഫുട്ബോളിന്റെ ആരാധകരുള്ളത്. നമുക്കറിയാം, ഒരുപക്ഷെ അടുത്ത വർഷത്തെ ലോകകപ്പ് 2030 വേൾഡ് കപ്പ് നടക്കുമ്പോഴായിരിക്കാം ഈ കൂട്ടുകാരുടെ ആവേശം കൂടുതൽ അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ എത്തുക. ഏതായാലും 2026 ലോകകപ്പ് വിരുന്നെത്തുമ്പോൾ ജീസസ് അക്കാദമിയിലെ കുട്ടികൾ വലിയ ആവേശത്തിലാണ്. നമുക്ക് ഇവരുടെ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിലേക്ക് കടക്കുകയാണ്. മോളുടെ പേരെന്താ? ഏത് സ്റ്റാൻഡേർഡിലാ? 10th-ലാണ്. ഏത് ടീമിന്റെ? അർജന്റീനയാണോ? അർജന്റീനയാണ്. ഇത്തവണ അർജന്റീനക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? ഓക്കെ. ഏതായാലും പേരെന്താ പറഞ്ഞേ? സാറ ഗോൾ അടിച്ചാലാണ് അർജന്റീന ജയിക്കുള്ളൂ. ഉറപ്പാണ്. നോക്കാം നമുക്ക്. സാറ ഗോൾ അടിച്ചാലല്ല അർജന്റീന ജയിക്കുക, അല്ലെങ്കിൽ അർജന്റീന തോൽക്കും. അപ്പൊ ആ വെല്ലുവിളി ഏറ്റെടുക്കല്ലേ? ഓക്കെ. ധൃതി പിടിക്കണ്ട. Bad luck. അർജന്റീനയ്ക്ക് വേണ്ടി ചെറിയ മെസ്സിക്ക് വേണ്ടി ജാനകി ഇതാ വീണ്ടും അർജന്റീനയ്ക്ക് വേണ്ടി ഒരു ഇത് ഗോൾ പോസ്റ്റിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടായി അടിക്കുന്നു. ധൃതി പിടിക്കണ്ട. ധൃതി പിടിക്കണ്ട അടിക്കി. Harry Kane.
once more. വീണ്ടും കിക്കടിക്കാൻ പോകുന്നു. ഗോളാകുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. Captain Angelo മെസ്സിക്ക് വേണ്ടി പത്താം നമ്പർ ജയിച്ചു മെസ്സി വീണ്ടും വീശുന്നു. വീണ്ടും ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി. റൊണാൾഡോക്ക് വേണ്ടി വീശുന്നു. അജൽ വീണ്ടും ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കിയിരിക്കുന്നു. അർജന്റീനയ്ക്ക് വേണ്ടി വീണ്ടും മെസ്സി തരംഗം. കാത്തു നിൽക്കുകയാണ്. കൊടുക്കില്ല എന്ന വാശിയോടെ സിയോൻ ലക്ഷ്യം വെച്ചുകൊണ്ട് കിക്ക് ചെയ്യുന്നു. ബോൾ ഉരുണ്ടുരുണ്ടു. Once more. വീണ്ടും ബോൾ ഉരുണ്ടുരുണ്ടു പോകുന്നു. വീണ്ടും ഗേൾസിന് വേണ്ടി മേഘൽ ലക്ഷ്യം വെച്ച് ബോൾ പോകുന്നു. രണ്ടുപേരെടുക്കില്ലേ? പേരുകൾ നോക്കിയോളൂ. Come on. Well, I just wanna be happy. How to get there? Glad that you asked. Some of us need purpose to overcome. Already. ഇതേപോലെ വാങ്ങിയ സമ്മാനം. ഒരു പോയി അടിച്ചിട്ടുള്ളൂ വലിയ ക്ലാസ്സിൽ 2 ഗോൾ പിന്നെ ചെറിയ ക്ലാസ്സിൽ ഒരു പോയി വരുന്നുണ്ട് ഇനി കയറ്റി വെക്കണോ? അടിച്ചോ?
ജോഷുവ How to get there? Glad that you asked me. It was different for everyone. Purpose to overcome, but try to do what you love when it's said and done. There's so many differences in each of us. ഈ വേൾഡ് കപ്പിലെ ഏറ്റവും ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു അർജന്റീനയും കേപ്പ് വെർദയും തമ്മിലുള്ള മത്സരം. കൈ താഴ്ത്തിടൂ. ചോദ്യം കഴിഞ്ഞതിന് ശേഷം ഉത്തരം അറിയുന്നവർ കൈ പൊക്കിയാൽ മതി. ആര് വിളിച്ചു പറഞ്ഞാല് ചോദ്യം ക്യാൻസൽ ചെയ്യും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ആവേശം നിറഞ്ഞൊരു മത്സരമായിരുന്നു അർജന്റീനയും കേപ്പ് വെർദ എന്ന് പറയുന്ന രാജ്യവും തമ്മിലുള്ള മത്സരം. ഈ വേൾഡ് കപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഗോൾ കീപ്പർ ആയിരുന്നു കേപ്പ് വെർദയുടെ ഗോൾ കീപ്പർ. കേപ്പ് വെർദയുടെ ഗോൾ കീപ്പറുടെ പേരെന്താണ്? ഓക്കെ, ചോദ്യങ്ങളുടെ മത്സരം കഴിഞ്ഞു. 3 സമ്മാനമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അടിപൊളി. കൈയടിക്ക്. മെസ്സി, വീണ്ടും മെസ്സി. വെരി ഗുഡ്. തലൂർ ജീസസ് അക്കാദമിയിലെ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. 2026 ഈ ലോകകപ്പിനെ എത്ര ആവേശത്തോടെയാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എല്ലാവരും നല്ല തയ്യാറെടുപ്പുകളോടെയാണ് വന്നിട്ടുള്ളത്. ഇഷ്ടപ്പെട്ട ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ് എല്ലാവരും വലിയ ആവേശത്തിലാണ്. നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് എല്ലാ കുട്ടികളെയും നമുക്ക് പങ്കെടുപ്പിക്കാൻ പറ്റിയില്ല. എന്നിരുന്നാൽ തന്നെ പെനാൽറ്റി ഷൂട്ടൌട്ടിലും ഫുട്ബോൾ ക്യൂസിലും പങ്കെടുത്ത് വിജയിച്ച കൂട്ടുകാർക്ക് അഭിനന്ദനങ്ങൾ. പങ്കെടുക്കാൻ കഴിയാത്തവരുണ്ടെന്നറിയാം, നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ടാണ്. ഏതായാലും വലിയ ആവേശത്തിൽ നിങ്ങൾ പങ്കെടുത്തു. ഇനി നമ്മൾ ഇവിടെ സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ സമ്മാനങ്ങൾ നൽകാൻ വേണ്ടി പ്രിയപ്പെട്ട പ്രിൻസിപ്പലിനെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഏറ്റവും ആദ്യം നമ്മുടെ ഉണ്ണികളായിട്ടുള്ള കൂട്ടുകാര്, അവര് എൽ കെ ജി ആണോ യു കെ ജി വിഭാഗങ്ങളിൽ നിന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടില് 2 കിക്കും ഗോളാക്കിയ ഒരുപാട് മെസ്സിക്കൂട്ടം ഉണ്ട്, റൊണാൾഡോ ഉണ്ട്. അപ്പൊ എല്ലാവരും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഓരോരുത്തരായിട്ട് വന്ന് സമ്മാനം വാങ്ങുക. കൈയടിക്ക്. 2 കിക്കും ഗോളാക്കിയവർക്കാണ് സമ്മാനം കൊടുക്കുന്നത്. അപ്പോ അവർക്ക് അത് കൊടുത്തു. അപ്പൊ പെനാൽറ്റി ഷൂട്ടൌട്ടിലും ഫുട്ബോൾ ക്വിസിലും പങ്കെടുത്ത് വിജയിച്ചവർക്കാണ് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുന്നത്.
പെനാൽറ്റി ഷൂട്ട് ഔട്ടിലും ഫുട്ബോൾ ക്വിസിലും സമ്മാനം നേടിയ ആളാണ് ഹാരി കെയ്ൻ. ഓക്കെ, തന്നെ നമുക്ക് നമ്മുടെ ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഒരു ഭാഗമാക്കാൻ നമ്മെ അനുവദിച്ച NCTV-ക്കാർക്ക് നല്ലൊരു കൈ കൊടുക്കാം. ജീസക്കാരുടെ കൈയ്യടി പോരാ, നല്ലൊരു കൈയ്യടി. അപ്പോ എല്ലാ ടീം അംഗങ്ങൾക്കും എല്ലാ വലിയ കൂട്ടുകാരും ഒന്ന് പുറകിലേക്ക് വരൂ. ആഗ്രഹമുണ്ട് അവർക്ക് ഒന്ന് ഗോൾ അടിക്കണമെന്ന്. തീർച്ചയായിട്ടും അത് നോക്കാം. ടീച്ചേഴ്സ് നമുക്ക് വേണ്ടി ഗോൾ അടിക്കാൻ പോവാണ്. ഓക്കെ, പോരാ. ദാ ഗോൾ. ഓ ഒരു ഗോൾ കൂടി ജീസക്കാർക്ക് വേണ്ടി. ഗോൾ അടിക്കാൻ വേണ്ടിയാണ് അർജന്റീന ടീമിന്റെ ക്യാപ്റ്റനായി നോക്കാം. 2026 ലോകകപ്പ് അതിന്റെ അവസാന ഫൈനൽ ലാപ്പിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. 48 ലോകരാജ്യങ്ങൾ കൊമ്പുകോർത്ത ലോകകപ്പ് ഫുട്ബോളിൽ ഇനി അവശേഷിക്കുന്നത് 4 വമ്പന്മാർ മാത്രമാണ്. ഏതായാലും തലൂർ ജീസസ് അക്കാദമിയിൽ അർജന്റീനയുടെ ആരാധകരാണ് കൂടുതലായി നമുക്ക് കാണാൻ കഴിഞ്ഞത്. മെസ്സി വീണ്ടും ഈ ലോകകപ്പിന്റെ കിരീടം ചൂടുമോ എന്ന് അറിയാനുള്ള കാത്തിരിപ്പാണ്. ഏതായാലും സെമി ഫൈനൽ മത്സരങ്ങൾ അതിന്റെ ആവേശത്തിലേക്ക് കടക്കുമ്പോൾ ജീസസ് അക്കാദമിയിലെ ഫുട്ബോൾ ആവേശവും അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുകയാണ്. ഏറ്റവും വലിയ ആവേശത്തോടെ നിറഞ്ഞ ഫുട്ബോൾ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഏതായാലും ആര് കപ്പെടുത്താലും ഫുട്ബോൾ വിജയിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.